Hi dears, welcome back to Fashion Week Designs. നല്ലൊരു കോട്ട കളക്ഷൻ ആണ്. ഡെയിലി വിയർ സ്റ്റൈലൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ല ഓപ്ഷനാണ്. ബഡ്ജറ്റ് ആയിട്ട് നിൽക്കും. 999 പ്രൈസ് റേഞ്ചിൽ. അതിൽ ഇതുണ്ടോ, ഈ യോക്ക് പോർഷൻ ഫുള്ളും ഹെവി ആയിട്ട് ആപ്ലിക്കോ എംബ്രോയിഡറി വർക്കും, ബാക്കി പോർഷൻസ് ഫുള്ളും ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിന്റഡ് വർക്കാണ്. അതായത് ബ്ലോക്ക് പ്രിന്റ്സ് ചെയ്തേക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ്. സോഫ്റ്റ് കോട്ടയാണ് യൂസ് ചെയ്തേക്കുക. അത്യാവശ്യം നല്ല ലെങ്തും വിഡ്ത്തും ഒക്കെ വരുന്നുണ്ട്. ബ്ലോക്ക് പ്രിന്റ് അല്ല, ഫുള്ള് ബാറ്റിക് പ്രിന്റ് ആണ് സ്പ്രെഡ് ചെയ്തതുണ്ട്. ബാക്കി പോർഷൻസിൽ ഒരു ഡെയിലി വിയർ സ്റ്റൈലാണ്. ചെറിയൊരു ഗിഫ്റ്റ് ആയിട്ടും ഒക്കെ ഒന്ന് ജസ്റ്റ് പോകുമ്പോൾ കൊടുക്കാനൊക്കെ കൊള്ളാം. ഫ്രണ്ടിലും ബാക്കിലും ബാറ്റിക് പ്രിന്റ് വരുന്നുണ്ട്. ആൻഡ് യോക്ക് വരുമ്പം ഹെവി ആയിട്ട് ആപ്ലിക് വിത്ത് എംബ്രോയിഡറി സ്റ്റൈലാണ് അതിൽ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വരും. സിമ്പിൾ ആയിട്ടുള്ളൊരു കാറ്റലോഗ്. ദുപ്പട്ട നല്ലൊരു ഇത് കോട്ട ഫാബ്രിക് ആണെങ്കിലും ഇതുണ്ടോ, നമ്മുടെ ഷിഫോണിന്റെ ആ ഒരു ടൈപ്പ് ഓഫ് സ്റ്റൈലാണ്. ആ ഒരു എന്താ പറയുക, ആ ടൈപ്പ് ഒരു ഫാബ്രിക് ആണ്. പുതിയ എന്തോ ഫാബ്രിക് ആണെന്ന് തോന്നുന്നു, നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലെന്നല്ലേ. അതായത് ആ കോട്ടയുടെ അതേ ഇങ്ങനത്തെ ചെറിയ ചെക്ട് പാറ്റേൺ ഉണ്ടെങ്കിലും ഫാബ്രിക് ഡിഫറെൻ്റ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ട്, എന്നാൽ ഷിഫോണിനേക്കാളും കുറച്ചൊരു സ്റ്റാൻഡേർഡ് ലുക്ക് വരുന്ന ടൈപ്പ് ഒരു ദുപ്പട്ടയാണ് യൂസ് ചെയ്തേക്കുക. ബോട്ടും സാൻഡൂണും. സോ അപ്പോൾ ഇതിന് മെയിൻ ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ കളർ ഷെയ്ഡ്സ് നോക്കിയാൽ മതി. പാറ്റേൺസ് ഒക്കെ സെയിം തന്നെ. നല്ല ഒരു ഭയങ്കര ഇടിവെട്ട് റെഡൊന്നും അല്ല, നല്ല എല്ലാവർക്കും ചേരുന്ന പോലെ തന്നെ നമ്മളൊരു കാഷ്വൽ ഫോമിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു റെഡ് ബേസ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്. യോക്കർ ഫുള്ളും എംബ്രോയിഡറിയും ഒരു ആപ്ലിക് സ്റ്റൈൽ വർക്കും, ബാക്കി പോർഷൻസിൽ സ്പ്രെഡ് ചെയ്ത് ഈ ഒരു ബാറ്റിക് പ്രിന്റ് ആണ്. ടോപ്പിന്റെ ഫ്രണ്ടിലും ബാക്കിലും ബാറ്റിക് പ്രിന്റ് വരുന്നുണ്ട്. 999 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. സോ അപ്പോൾ ഇതിലെ അടുത്ത കളർ ഷെയ്ഡ് വന്നുകഴിഞ്ഞാൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല തെളിച്ചുള്ള ഒരു മസ്റ്റാർഡ് ആണ് കളർ ഷെയ്ഡ് വരുന്നത്. സെയിം പാറ്റേൺ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടയാണ്. ഇതിങ്ങനെ സ്റ്റിഫ് അല്ല, പല വേരിയൻസ് ഉണ്ട് കോട്ടയിൽ തന്നെ. സിൽക്കി കോട്ട, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് വേരിയൻസ് ഉണ്ട്. ഇത് ഇച്ചിരി സോഫ്റ്റ് ആണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുള്ളൂ ദുപ്പട്ടയും ടോപ്പൊക്കെ കിടക്കുന്നതാണ്. സ്റ്റിഫ് അല്ല, ഇച്ചിരി കംഫോർട്ടാണ്. ബോട്ടം സാൻഡൂൺ. ഇത് ബ്ലൂ അല്ല, ഗ്രീൻ ബേസ് ആണ്. ടൊക്യൂസ് അല്ല, പിന്നെ ഒരു അക്വാ ബേസ് ആണെന്ന് തോന്നുന്നു. ഗ്രീൻ ആണ് കളർ വരുന്നത്. ഈ ഇങ്ങനത്തെ ടൈപ്പ് ഗ്രീൻ്റെ അകത്ത് ചെറിയ ബ്ലൂവിൻ്റെ ബ്ലെൻഡ് വരുന്നുണ്ട്. എന്നാൽ ഗ്രീൻ ആണ് ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. സോഫ്റ്റ് കോട്ട ബേസ് ഫാബ്രിക്കൽ ടോപ്പ് ദുപ്പട്ട, ഫുൾ ബാറ്റിക് പ്രിന്റ്. യോക്ക് പോർഷൻ വരുമ്പം എംബ്രോയിഡറിയും എംബ്രോയിഡറി മാത്രമല്ല, ഒരു ആപ്ലിക് സ്റ്റൈലിൽ പാറ്റേണും അതിൽ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും സെയിം ബാറ്റിക് പ്രിന്റഡ് ആയിട്ടാണ് വരുന്നത്. പ്ലെയിൻ ആയിട്ടല്ല, ഇതേപോലെ ബാറ്റിക് പ്രിന്റഡ് ആണ്. ബോട്ടം ടോപ്പിന്റെ അതേ കളർ ഷെയ്ഡ്സ് തന്നെ. സാൻഡൂൺ ആണ് ഫാബ്രിക്. അപ്പോൾ അതിലെ ലാസ്റ്റ് കളർ ഈ ഒരു നല്ലൊരു ഓണിയൻ റെഡ് പോലത്തെ ഷെയ്ഡാണ്. ഓണിയൻ പിങ്ക് അല്ല, പിങ്ക് കൊണ്ട് ചെറിയൊരു റെഡിന്റെ ബ്ലെൻഡും ഉള്ള നല്ല ഒരു കളർ ഷെയ്ഡാണ്. എല്ലാവർക്കും ഇഷ്ടമാകുന്ന നല്ല ഷെയ്ഡ്സ് ആണ്. 6 കളർ ഷെയ്ഡ്സിലാണ് ഈ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് കൊണ്ടുവന്നേക്കുന്നത്. മെയിൻലി ഒരു ഡെയിലി വിയർ ആയിട്ടുള്ള ഒരു സെറ്റ് പാറ്റേൺ തന്നെയാണ്. ഈ ഒരു ടൈമിൽ നമ്മളെല്ലാം ഫുള്ളും ഓണം അല്ലെങ്കിൽ ഫംഗ്ഷൻ വെയർ മാത്രം കാണിച്ചാൽ പോരല്ലോ. ഈ ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺസ് നോക്കുന്നവരും ഉണ്ടല്ലോ. അപ്പം അവർക്ക് വേണ്ടിയാണ് ഇങ്ങനത്തെ ടൈപ്പ് സ്റ്റൈൽ നമ്മൾ കാണിച്ചേക്കുക. അതാണ് ലുക്ക്. സോ ഇത് ആണ് ലാസ്റ്റ് കളർ വന്നേക്കുന്നത്. ഒരു ചെറിയ ക്രീമിഷ് ഗ്രീൻ ആണ് കളർ. ഭയങ്കര ഗ്രീൻ ഹൈലൈറ്റഡ് അല്ല, എന്നാൽ ഗ്രീൻ ആണ് ഹൈലൈറ്റഡ്. ഭയങ്കര ഓവർ ആയിട്ടല്ല, എന്നിട്ട് വേറൊരു കളറിന്റെ ബ്ലണ്ടും കൂടെ വരുന്നുണ്ട്. അപ്പം ഇത്രയും കളർ ഷെയ്ഡ്സേ വരുന്നുള്ളൂ. നല്ല സോഫ്റ്റ് കോട്ട കളക്ഷൻ. താങ്ക് യു.